സുരേഷ് വിളിക്കാവോ കേന്ദ്രമന്ത്രിയായിട്ട്? അങ്ങനൊന്നും ഇല്ലല്ലോ. അല്ല, ഞാൻ നേരത്തെ ബാബു എന്ന് വിളിച്ചു. സുരേഷിൻ്റെ വീട്ടിൽ വിളിക്കുന്ന ബാബു എന്നാണേ. ഞാൻ എന്നെക്കാട്ടി ജൂനിയറായിട്ട് വന്ന എല്ലാവരെയും എൻ്റെ ഇളയതാന്ന് സങ്കല്പിച്ചതാണ്. കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ. ഗുരുത്വമില്ലാതെ ഇങ്ങനെ പേര് വിളിക്കരുത് കൊച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും പരിചയപ്പെട്ട് ഇനി മാറ്റി വിളിക്കാനൊക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സിനിമ. പിന്നെ ഇൻസ്പെക്ടർ ബൽറാം കണ്ണൂരിൽ, ബഷീർക്കയുടെ പടം, ഷട്ടിലാണ്. അപ്പം സിബിച്ചേട്ടന് ഇൻസ്പെക്ടർ ബൽറാം അറിയാം, ഭരതവും ഉണ്ട്. അപ്പം ശശിയേട്ടനും സിബിച്ചേട്ടനും സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്, കുഴപ്പമില്ല. ജോർജ് കുട്ടി കറഫ് ജോർജ് കുട്ടി അവിടെ തന്നെ വെച്ച് നിർബന്ധമായിട്ട് ഷൂട്ടിങ് വെച്ച് അവിടെ തന്നെ വെച്ചു. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഓടാൻ പറ്റത്തില്ല, കാരണം അബുക്ക് കുറേ നാളിന് ശേഷം ഒരു പടം ചെയ്യും, അബുക്കയുടെ പടം കൊടുത്തു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമ കട്ട് ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ ജീവിതത്തിൽ അപൂർവം ഒരു എക്സ്പീരിയൻസാണ്. എല്ലാം റെഡിയായി പുറത്ത് വന്നപ്പോൾ കേൾക്കുന്ന ലാലേട്ടൻ താഴെ ഇറങ്ങി വന്നു മഹാറാണി ഹോട്ടലിൽ. ഋഷി ഞാനും ഉണ്ട് KPSL എഴുതി ചേച്ചി, രണ്ടുപേരും കൂടെ ഷൂട്ടിങ്ങിന് ഇറങ്ങുക. ഡയറക്ടർ പത്മരാജൻ പപ്പേട്ടൻ പോയി, അവിടെ ഒരു ഹോട്ടലിലാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം എന്തോ പോലെ വല്ലാതായി. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു. അപ്പോൾ ഈ അസ്വാഭാവിക മരണമായതുകൊണ്ടുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടി ആ പൊസിഷനിൽ തന്നെ കിടത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ. ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതലേ പപ്പങ്ങളെ എന്ന് വിളിച്ചിരുന്ന ആളാണ്. എൻ്റെ അമ്മയുടെ സീനിയറായിരുന്നു ആകാശവാണിയിൽ. അതെന്തോ വല്ലാത്തൊരു കാഴ്ചയായി. അത് കഴിഞ്ഞ് അണിയറയിൽ ഒരു കഥ മുഴുവൻ മാറി, തിരക്കഥ മുഴുവൻ മാറി. പിറ്റേന്ന് രാവിലെ മുതൽ പുതിയൊരു കഥ ഉണ്ടാവുകയാണെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നില്ല. സിബിച്ചേട്ടൻ പറഞ്ഞു ഉർവശി പൊക്കോളൂ, അവിടെ പോയി കണ്ണൂർ പോയി വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വലിയ സന്തോഷം, എന്തൊരു ഉദാര മനസ്സുള്ളൊരു ഡയറക്ടർ. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞ അമ്മ സിബിച്ചേട്ടൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇതൊന്നും എന്നോട് പറയുന്നല്ലോ, അതിനുള്ള പ്രായമോ അനുഭവം ഒന്നുമില്ല, എന്നെ കണക്കാക്കുകയും വേണ്ട. നേരെ ഞാൻ പോയി സമാധാനമായിട്ട് വർക്ക് ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വരുമ്പോൾ ഞാൻ കുറേ കഴിഞ്ഞ് ആ കാര്യം പറയുന്നത് എന്തൊരു അത്ഭുതമെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ അത്തരം സന്ദർഭങ്ങളിൽ ടെൻഷനാവേണ്ട 4 വ്യക്തികൾ: ഡയറക്ടർ, അതിനേക്കാളേറെ പ്രൊഡ്യൂസർ, പിന്നെ അന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം, പിന്നെ തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ. ലോഹിയേട്ടനും സിബിച്ചേട്ടൻ്റെയും ലാലേട്ടൻ്റെയും പിന്നെ സെവനാഴ്സ് മോഹൻചേട്ടൻ്റെയും വിജയകുമാർ മുഖത്ത് യാതൊരു ടെൻഷനും ഇല്ല, ഉല്ലാസവാന്മാരായിട്ടാണ് അവർ കാണപ്പെടുന്നത്. അപ്പോൾ എനിക്കൊന്നും വിശ്വാസമില്ല. ഞാൻ ലളിതമായിട്ട് ചോദിക്കും, ഇവർ ചുമ്മാ പറയുവാണോ? എന്തോ ഒരു സംഭവമുണ്ട്. അവരെല്ലാം നല്ല ചിരിച്ച് തമാശ പറഞ്ഞ് നടക്കുന്നു. ഇത്രയും അപ്സെറ്റായി പറയണ്ട. എല്ലാ ആർട്ടിസ്റ്റും വന്നു. തമിഴിൽ നിന്ന് പഴയ നടി ലക്ഷ്മിയമ്മ എന്ന് പറയുന്നവർ കുറേ നാളിന് ശേഷം മലയാളത്തിൽ വരികയാണ്, ലീഡ് റോളാണ് ചെയ്യുന്നത്. പക്ഷെ ആരും അതൊന്നും പുറത്ത് കാണിച്ചില്ല. സിനിമയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ കാലത്തിന് ശേഷം അതുപോലൊരു ഇൻസിഡൻറ്റ് എൻ്റെ കുടുംബത്തിലുണ്ടാവുകയും മരണം അറിയിക്കാതെ കുറേയേറെ നേരം പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയും ഞാൻ നേരിട്ട് അനുഭവിച്ചു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാം ഇങ്ങനെ റീൽസ് കണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും. ഒത്തിരി പേര് എന്നോട് പറയുന്ന കാര്യങ്ങളുണ്ട്, ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ സിബിച്ചേട്ടനോട് പറയേണ്ട, സിബിച്ചേട്ടൻ്റെ എടുത്ത് പറയാവുന്നൊരു പ്രത്യേകത. ഒന്നാമത്തെ കാര്യം, സിബി മലയിൽ എന്ന ഡയറക്ടറുടെ സിനിമ നമ്മൾ കാണേണ്ടത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ടൈറ്റിലുകളാണ്. തനിയാവർത്തനം, ആ സിനിമയുടെ പശ്ചാത്തലം എന്തായിരിക്കും? നമുക്ക് തോന്നുന്നു ഇപ്പം മൃദംഗമൊക്കെ വായിക്കാൻ അറിയാവുന്നവർക്ക് എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഈ തനിയാവർത്തനം. വളരെ ഇത്തിരി സാഹിത്യപരമായൊരു വാക്ക്, അതുമായിട്ട് യാതൊരു ബന്ധം ആ കഥയ്ക്കുണ്ട് നമ്മൾ ചിന്തിക്കത്തില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന്. പിന്നെ ഇന്ത്യയിലെ എത്രയോ ഭാഷകളിൽ എന്താ പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ട് ഹിന്ദിയിലുള്ള ജനക് ജനക് പായൽ ബാജെ മുതലുള്ള നൃത്തത്തിനും സംഗീതത്തിനും പ്രാധാന്യമുള്ള ചിത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനം എപ്പോഴും പ്രണയമായിരിക്കും. പക്ഷേ കുടുംബ പശ്ചാത്തലവും അതിനകത്ത് ബന്ധങ്ങളെക്കുറിച്ചും പറയുന്ന സിനിമകളിൽ ഏറ്റവും നന്നായി നൃത്തവും സംഗീതവും പ്രയോജനപ്പെടുത്തിയ ഏക സംവിധായകനേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും സിബി മലയിൽ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ആ ദുരന്തങ്ങളുമുണ്ട്. നിങ്ങൾ കമലതളം നോക്കിയാലും അറിയാം, വലിയൊരു ദുരന്തം ചുമന്ന് നടക്കുന്നതാണ് നായകൻ, അദ്ദേഹത്തിൻ്റെ മരണവും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിന് കുറേ ബന്ധങ്ങളുടെ കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവൻ കെ വിശ്വനാഥ് സാറിൻ്റെ സാഗര സംഗമം പറയുമ്പോഴും ഒരു മഹത്തായ പ്രണയമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇതങ്ങനെ ഒന്നും അല്ലാത്ത സിനിമകൾ, സതയം അല്ലെങ്കിൽ പിന്നെ കിരീടം, തനിയാവർത്തനം സംവിധാനം ചെയ്ത ഒരു ഡയറക്ടറാണോ കമലതണവും ഹിസൈന അബ്ദുള്ളയും ചെയ്തതെന്ന് ഒരിക്കലും ഒരു അന്യഭാഷയിൽ നിന്ന് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല.
അത്രയേറെ വ്യത്യസ്തത. മറ്റൊരു പ്രത്യേകത, നിങ്ങൾ എപ്പോഴെങ്കിലും, നമുക്ക് എല്ലാവർക്കും അറിയാം, സുബിച്ചേട്ടൻ എവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഈ നിപ്പും ഇവിടം വരെ ഒരു ചിരിതായി, ഒരു ഫോട്ടോയിൽ ഒരു ചിരിയുണ്ട്, ഇതിനപ്പുറത്തോട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ? എന്തെല്ലാം ആഘോഷങ്ങൾ നടക്കട്ടെ, നമ്മളിവിടെ കിടന്ന് തലകുത്തി മറിയട്ടെ. നിങ്ങളൊക്കെ പറഞ്ഞു, ഞാനതുകൊണ്ട് എന്നെ അതുകൊണ്ടൊന്നും പൊക്കാനൊക്കത്തില്ല, അത്രയുള്ളൂ. ഇത് കുറേ കാലമായിട്ട് ഒരേപോലെ കാണുന്നു കേട്ടോ, ഒരു ചേഞ്ചും ഇല്ല. നമ്മളൊക്കെ ആർട്ടിസ്റ്റ് ആകുമ്പം കുറച്ചൊന്ന് എല്ലാവരും കൂടെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തിൽ കുറേ സ്പീഡ് വരും, ഭയങ്കര തമാശ വരും. വളിപ്പാണെന്ന് അറിയാമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് പറയും നമ്മൾ, കാരണം നമ്മൾ സന്തോഷം നിൽക്കുമല്ലേ. ഒരു കാര്യമില്ല. വിഷമം വരുന്ന ഘട്ടങ്ങളിലും ഇതേ മുഖത്തോടുകൂടി സുബിച്ചേട്ടൻ നിൽക്കും, ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. സങ്കടം സംഭവിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? സിനിമയ്ക്കകത്ത്, മറ്റ് മേഖലകളിൽ നടക്കുമായിരിക്കും, സിനിമയിൽ അത്യപൂർവം. കാരണം ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ ആർട്ടിസ്റ്റുകൾ വളരെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് വികാരാവേശപ്പെടും, അങ്ങനെയൊക്കെയാണ്, ഇമോഷണലാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അകത്തൊരു സന്യാസി കിടപ്പുണ്ട്, വളരെ ഇങ്ങനെ സിദ്ധനായിട്ടെന്തോ, അല്ലെങ്കിൽ ചില പറയല്ലേ, എൻ്റെ ഒരു ഗുരു ഉപദേശിച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആര് പറയുന്നത് എൻ്റെ ഹൃദയത്തിലോട്ട് കയറത്തില്ല. അങ്ങനെ ഏതോ ഒരു കക്ഷി അകത്ത് കിടപ്പുണ്ട്, പക്ഷെ നമ്മളത് രഹസ്യമായിട്ട് പറയത്തില്ല, അങ്ങനല്ലേ? ഒരു ചെറിയ 2 പല്ല് ഞാൻ കണ്ടു, എനിക്ക് സമാധാനമായി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ബഹളമുള്ള എന്താ പറയുക ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഞാൻ കഴിയുന്നത് ഒഴിവാക്കും. എല്ലാവർക്കും അറിയാവുന്നിട്ട് പലതിനും എന്നെ ഇപ്പോൾ വിളിക്കാറുമില്ല. അല്ല, തമാശയല്ല, സത്യമാണ്. കാരണം അവർ പറഞ്ഞാൽ ഉടനെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് വെറുതെ പറയും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുകയാണെന്ന് പറയും. അതുകൊണ്ട് ഉർവശി ഞങ്ങൾ ഒഴിവാക്കുകയാണ് കേട്ടോ. കള്ളം പറയാൻ അല്ലെങ്കിൽ പറയാം, വിളിക്കാം എന്ന് പറയും. ഇതിന് ഞാൻ നമ്മൾ സന്തോഷമായിട്ടാണ് വരുന്നത്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണ്. 100% കഴിവും അഭിനന്ദനവും, കഴിവിനൊത്ത അഭിനന്ദനവും ആശംസകളും അർഹിക്കുന്ന ഒരു കലാകാരൻ എന്താ പറയുന്നത്, നമുക്ക് ഒരുപാട് ആശംസകൾ പറയാനുള്ള അനുഭവ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ഹൃദയത്തിൽ നിന്നുള്ള ഒരുപാട് ദീർഘായുസ്സും ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. അതിലൊക്കെ എനിക്കും എവിടെയെങ്കിലുമൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് വേണ്ടി താങ്ക് യു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതിലൊരു പ്രധാനപ്പെട്ട എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, നല്ലൊരു പാട്ടുണ്ട്, രവീന്ദ്ര മാഷിൻ്റെ ഏറ്റവും നല്ല പാട്ടുകളുള്ള സിനിമയാണ് അതിൽ ലാലേട്ടൻ വളരെ ഒരു ദുർഘടഘട്ടത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്, രാമകഥാ ഗാനലയം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാട്ടെടുക്കുന്ന ആ സിറ്റുവേഷനും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് കോഴിക്കോട് ഒരു വീടിൻ്റെ പുറത്ത്. അപ്പോൾ ഒരു കല്യാണ വീടാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് നായകന് ധൈര്യം കൊടുക്കണം എന്നുള്ളൊരു ഇതിനിടയ്ക്കൊരു പാട്ട് ബ്രേക്ക് ചെയ്തിട്ടൊരു എക്സ്പ്രഷനുണ്ട്. ഞാനകത്ത് എൻ്റെ കുറേ പരിചയക്കാർ വന്നിട്ടുണ്ട്, അവരുമായിട്ട് ഭയങ്കര കോമഡിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. സിബിച്ചേട്ടൻ പെട്ടെന്ന് വിളിക്കാൻ ഉർവശി വേഗം വരാൻ പറയാമെന്ന് പറഞ്ഞു. ഉർവശി എന്നെ വിളിക്കാറില്ല, എന്നെ പൊടിയെന്ന് വിളിക്കാറുള്ളൂ. ഒന്ന് വേഗം പൊടി, കുറച്ച് നേരം ജോലിയില്ല, കുറച്ച് ശ്രദ്ധിക്കും എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ഒരു ബലം കൊടുക്കാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, ബലം കൊടുക്കാൻ എന്താ ചെയ്യുന്നത്? എന്താ നമുക്കൊന്നും പിടികിട്ടുന്നില്ല, ഡയലോഗ് പറഞ്ഞുകൂടാ, ആരും കണ്ടുകൂടാ. നമ്മൾ ചേട്ടാ എന്തോ പറയും, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒന്ന് കാണിച്ചു നോക്കി ഇമോഷണലായിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ടേക്ക് പോവാലോ എന്ന് പറഞ്ഞു. ശരി ചേട്ടാ ടേക്ക്. എനിക്കൊന്നും അറിയാൻ വയ്യ. സിബി ചേട്ടാ ആ ലുക്ക് പൊസിഷനിൽ നിൽപ്പുണ്ട്. ഓക്കെ, ആക്ഷൻ. ഇങ്ങനെ കാണിച്ചു. അപ്പോൾ കുറച്ച് ഇമോഷണലായിട്ടല്ല കാണിക്കാൻ. ഓക്കെ കട്ട്, താങ്ക് യു എന്ന് പറഞ്ഞ് പോയി. ഇപ്പോൾ കുറേ പേര് അത് പറയുമ്പോൾ ഞാൻ ആലോചിക്കും, എത്രമാത്രം ദീർഘദൃഷ്ടിയുള്ളൊരു ഡയറക്ടറായിരുന്നു അത്. അങ്ങനെ എത്ര ഡയറക്ടേഴ്സ് ചേർന്നാണ് എന്നെ ഇവിടം വരെ നിലനിർത്തിയെന്ന് ഞാൻ ആലോചിക്കും. താങ്ക് യു.